നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് വീണ്ടും പോകേണ്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയിൽ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തൽ. 2021-24 വർഷ കാലയളവിൽ കേന്ദ്ര ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാണ് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ റിപ്പോർട്ട് നൽകിയത്. പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഡിറ്റിംഗ് നടത്തുന്ന ഏജൻസിയിലാണ് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ജനം ബ്രേക്കിംഗ് വാർത്തയാണ്. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, അതായത് ഗുരുതരമായ ഒരു ക്രമക്കേട്, സാമ്പത്തിക ക്രമക്കേട് വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടെത്തൽ? രാഖി, ആര്യശ്രീ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പ്രവർത്തിക്കുന്ന സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയിലാണ് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ആ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ കൂട്ടായ്മ അംഗം സിദ്ദിഖ് താനൂർ നൽകിയ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം തേടിയ വിവരങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഇതിൽ പറയുന്നത് 2021 മുതൽ 24 കാലയളവിൽ, ഈ ഓഡിറ്റ് കാലയളവിൽ കേന്ദ്ര ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറിയും ക്രമക്കേടും നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര ഫണ്ടിന്റെ ദുരുപയോഗമാണ് പ്രധാനമായും ഇതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണ്ടെത്തലുകൾ ഉള്ളത്. പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന ഈ ഒരു തുക, അതിലാണ് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഓഡിറ്റ് പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വർഷക്കാലയളവിൽ, അതായത് 2021 മുതൽ 24 വരെയുള്ള കാലയളവിൽ സാലറി സ്കെയിലിലടക്കം, ഉന്നത ഉദ്യോഗസ്ഥരുടെ സാലറി സ്കെയിലിലടക്കം മാറ്റം വരുത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഓരോ വർഷവും നിശ്ചിത വിഹിതം ഓരോ പഞ്ചായത്തുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വിഹിതങ്ങളിലാണ് സോഷ്യൽ ഓഡിറ്റ് ഡയറക്ടറുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നത് മാത്രമല്ല, ഈ ഡയറക്ടറുടെ ശമ്പള വർധനവടക്കം ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥന്മാരുടെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായും സർക്കാർ തലത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ സർക്കാർ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ മുഖേനയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇല്ലാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടറുടെ ശമ്പളം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരാവകാശ രേഖയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 60,000 രൂപയായിരുന്നു ഈ ഡയറക്ടർക്ക് തുടക്കമുണ്ടായിരുന്ന ശമ്പളം. അത് പിന്നീട് 1 ലക്ഷമാകുന്നു, പിന്നീട് 1,50,000 മുകളിൽ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും സർക്കാർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിൽ വഴിവിട്ടുള്ള ഒരു നീക്കത്തിലൂടെ ഇരട്ടി ശമ്പളം വാങ്ങിയതെന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രേഖകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ കേരളത്തിൽ മൊത്തം നമ്മൾ പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ 941 പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിലാണെങ്കിൽ 2021-22 കാലയളവിൽ 313 കേസുകളാണ് ഇത്തരത്തിൽ ഓഡിറ്റുകളിൽ ക്രമക്കേട് നടന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. 1,46,000-ലധികം രൂപയാണ് ഇത്തരത്തിൽ പല തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ തുക വീതിച്ച് നൽകുന്നതിലടക്കം വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി. തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ, അതായത് 2023 ശേഷമുള്ള വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് അത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ്. 2022-23 കാലയളവിലാണെങ്കിൽ അത് 2,07,00,000-ലധികം രൂപയുടെയും 2023-24 കാലയളവിലാണെങ്കിൽ 2,154 കേസുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഫണ്ട് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളടക്കം പുറത്തു വന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിലടക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള ഞെട്ടിക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലാണ് ഇത്തരത്തിലുള്ള ഹാജർ ബുക്ക് പരിശോധിക്കുമ്പോഴുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണത്തിലടക്കം അതിൽ ചിലത് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 7 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ വേണമെന്നുള്ളൊരു ആവശ്യം കൂടി വരുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി വേണമെന്നാണ് ഈ വിവരാവകാശ രേഖ തേടിയ സിദ്ദിഖ് താനൂർ ആവശ്യപ്പെടുന്നത്. കാരണം കേസുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 21-24 വരെയുള്ള കാലയളവിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ, അത് ആദ്യ വർഷം മുതൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, ഈ ഡയറക്ടറുടെ ശമ്പള വർധനവ്, ഇക്കാര്യങ്ങളിലടക്കം വിശദമായിട്ടുള്ള അന്വേഷണം വേണം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ ഫണ്ട് വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ
സർക്കാർ തലത്തിലെ ഈ ഉദ്യോഗസ്ഥർക്കല്ലാതെ പഞ്ചായത്ത് തലത്തിലെ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും അല്ലാതെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് സിദ്ദിഖ് താനൂർ ആവശ്യപ്പെടുന്നത്. രാഖി, ആര്യശ്രീ. ശരി വീണ, എന്തായാലും സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് വീണ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഇനി